നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ട് ഇങ്ങനൊരു കടുങ്കൈ ചെയ്യേണ്ടി വന്നത്. എന്റെ ഭർത്താവും അദ്ദേഹത്തിന്റെ പെങ്ങളും കൂടി എന്നെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. വക്കീൽ പരീക്ഷ പാസ്സായ എന്നെ കൊണ്ട് അടുക്കള പണി ചെയ്യിക്കല അവരുടെ പ്രധാന വിനോദം. ഒരു തരത്തിലുള്ള സ്വസ്ഥത എനിക്ക് അവർ തരുന്നില്ല. ആത്മഹത്യയുടെ വക്കീലാ ഞാൻ. അയ്യോ, ഒന്നുകിൽ ഞാൻ സ്വയം ജീവനെടുക്കും, അല്ലെങ്കിൽ അവരെന്നെ കൊല്ലും. ഭർത്തൃപീഡനം സഹിക്കാൻ വയ്യാതെ ജീവനൊടുക്കേണ്ടി വരുന്ന അനവധി പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ലിസ്റ്റിൽ എന്റെ പേര് കൂടി ചേർക്കപ്പെടരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു സാഹസത്തിന് മുതിരുന്നത്. ഇത് കണ്ടെങ്കിലും എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് മനമാറ്റം ഉണ്ടായ ഞാൻ രക്ഷപ്പെട്ടു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കയ്യില് ഈ സമരത്തിന്റെ വിജയവും പരാജയവും ഇരിക്കുന്ന. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. ഒരു പാവം കുട്ടിയുടെ ജീവിതം നമ്മൾ ഇടപെട്ടേ പറ്റൂ. അഡ്വക്കേറ്റ് സിദ്ധാർത്ഥൻ നീതി പാലിക്കുക. ഭാര്യയോടുള്ള പീഡനങ്ങൾ അവസാനിപ്പിക്കുക. ഭാര്യയോടുള്ള പീഡനങ്ങൾ അവസാനിപ്പിക്കുക. അഡ്വക്കേറ്റ് സിദ്ധാർത്ഥൻ നീതി പാലിക്കുക. ഭാര്യയോടുള്ള പീഡനങ്ങൾ അവസാനിപ്പിക്കുക. അഡ്വക്കേറ്റ് സിദ്ധാർത്ഥൻ നീതി പാലിക്കുക. ഭാര്യയോടുള്ള പീഡനങ്ങൾ അവസാനിപ്പിക്കുക. അഡ്വക്കേറ്റ് സിദ്ധാർത്ഥൻ നീതി പാലിക്കുക. ഭാര്യയോടുള്ള പീഡനങ്ങൾ അവസാനിപ്പിക്കുക. ഭാര്യയോടുള്ള പീഡനങ്ങൾ അവസാനിപ്പിക്കുക. അച്ഛാ, അമൃതേട്ടാ, അച്ഛാ, അമൃതേട്ടാ, അച്ഛാ, അവള് മനഃപൂർവ്വം നമ്മളെ നാട്ടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. അവളിതാ നമ്മുടെ മുറ്റത്ത് പന്തലിട്ട് ധർണയിരിക്കുന്നു. ആ അതെ, കുറെ ആളുകളും കൂടിയിട്ടുണ്ട്. നമുക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴുവനും. നാണക്കേടായല്ലോ. അവളെ പ്രകോപിപ്പിക്കരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ, കേട്ടില്ല. കേട്ടിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അച്ഛൻ പറയുന്ന കേട്ടാ തോന്നുവല്ലോ നമ്മളാ തെറ്റുകാരെന്ന്. അവളുടെ തോന്നിയാസം മുഴുവൻ സമ്മതിച്ചു കൊടുക്കണമെന്നോ? അച്ഛൻ എങ്ങനെയാണോ പറയുന്നത്? അല്ല പ്രേമേ, ഇതിപ്പോ നാട്ടുകാർ മുഴുവൻ അറിയില്ലേ? അവളുടെ ഭാഗം വിശ്വസിക്കാനും കാണും കുറെ പേര്. ആ, വിശ്വസിച്ചോട്ടെ. എന്തായാലും നാണം കെട്ടു. ഇനി തോറ്റു കൊടുക്കരുത്. സിദ്ധു എന്താ ഒന്നും മിണ്ടാത്ത? ഞാൻ എന്ത് പറയാനച്ചാ, ഞാനാണ് പ്രതി. ശരിക്കും പറഞ്ഞാ പോലീസിനെ വിളിക്കാനുള്ളതാ. അത് ചെയ്ത സംഗതി കൂടുതൽ വഷളാവും. വഷളാക്കുന്നത് ബുദ്ധിയല്ല കുഞ്ഞളിയ. അതുകൊണ്ട് അവക്കേ ഗുണമുണ്ടാവും. എങ്ങനെയെങ്കിലും ധർണ അവസാനിപ്പിക്കണം. അതിനെന്ത് ചെയ്യാമെന്ന് ആലോചിക്കേണ്ടത്. ഞാൻ പോയി സംസാരിച്ചാലോ? അവളോടോ? അതൊന്നും വേണ്ട. അപ്പൊ നമ്മൾ തോറ്റുന്നാവും. ഇതിൽ ജയവും തോൽവിയൊന്നും ഇല്ല പ്രേമേ. കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ അല്പം തോറ്റു കൊടുക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അളിയൻ എന്തായാലും പോണ്ട. മറ്റാരെങ്കിലും നമുക്ക് ഇടപെടുത്താം. ഞാൻ ആ വാർഡ് മെമ്പറെ ഒന്ന് വിളിക്കട്ടെ, അയാൾ വരട്ടെ. അയാളുടെ മധ്യസ്ഥതയില് കാര്യങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കാം. നിനക്ക് അവളെ വേണ്ടെന്നങ്ങ് തീർത്തു പറഞ്ഞേക്കണം. അതിനുള്ള കാരണം പറഞ്ഞേക്കണം. അവിടെ കയ്യിലിരിപ്പും കൂടെ നാട്ടുകാരൊന്ന് അറിയട്ടെ. പ്രശ്നം വഷളാക്കുന്നത് ശരിയല്ല. എത്രയും പെട്ടെന്ന് ഇതൊന്നും അവസാനിപ്പിക്കുന്നതാ നല്ലത്. അച്ഛൻ ടെൻഷൻ ആവണ്ട, ഞാൻ മെമ്പറെ വിളിക്കട്ടെ.